ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണേ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ 3 പ്രോഡക്ട്സ് വാങ്ങിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഫോക്സ്ടെയിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്. അപ്പോൾ നല്ലതാണ്, എനിക്ക് ഒരുപാട് ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട് യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് 3 സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് ഞാൻ മേടിച്ചത് ഫോക്സ്ടെയിലിൻ്റെ ബോഡി കെയറിൻ്റെ ഒരു ബോഡി വാഷാണ്. ഫ്ലവർ പവർ ബ്രൈറ്റനിങ് ബോഡി വാഷാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടാനൊക്കെ ഉള്ളവർക്ക് ഒരുപാട് വർത്താണ് ഈ ബോഡി വാഷ്. അപ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിയാസിനമൈഡും ഗ്ലൈക്കോളിക് ആസിഡുമാണ്. ഇതൊരു ജെൻറ്റിൽ എക്സ്ഫോളിയേഷനൊക്കെ കൊടുത്ത് നമ്മുടെ സ്കിന്നിനെ ഒരു ഗ്ലോയിങ്ങും ഈവൻ സ്കിൻ ടോണാക്കി വെക്കും. അടുത്ത ഞാൻ വാങ്ങിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോക്സ്ടെയിലിൻ്റെ തന്നെ ഒരു സെറമാണ്. അപ്പോൾ ഒരു ഗ്ലൂട്ട വൈറ്റമിൻ സി അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് സെറമാണ്. ഇതിൽ ആക്റ്റീവ് കോംപ്ലക്സ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഒരു ഹാൻഡ് ക്രീമാണ്. ഇത് എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് 10% വൈറ്റമിൻ സി ആൻഡ് ഹൈഡ്രേഷൻ ബൂസ്റ്റേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 645 രൂപയാണേ. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ബോട്ടിലാണ് ഇതെല്ലാം മേടിക്കുന്നത്. അപ്പോൾ കാരണം എനിക്ക് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് രണ്ടാമത്തെ പർച്ചേസാണ് എൻ്റെത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ബോഡി വാഷ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്, പിങ്ക് കളറാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ടാനൊക്കെ ഒന്ന് മാറിക്കിട്ടും. വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോക്സ്ടെയിലിൻ്റെ യൂഷ്വലി നല്ലൊരു ബ്രാൻഡാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യുന്നതാണ്. ഞാൻ ഒരു നൈറ്റ് സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫോക്സ്ടെയിലിൻ്റെ തന്നെ ഓയിൽ ബാലൻസിങ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഒരു കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻകാർക്ക് പറ്റിയതാണ്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, പെട്ടെന്ന് ആക്നിയൊക്കെ വരും. ഞാൻ ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ആക്നിയൊക്കെ ഒരുവിധം നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് പേൾ പോലെയുള്ളൊരു ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റാക്കി വയ്ക്കും, ഒരു മോയ്സ്ചർ കൊടുക്കും. ഇതിൽ കുരുവൊന്നും വരില്ല കേട്ടോ, പിമ്പിൾസും ആക്നെയൊന്നും വരില്ല. ഓയിലി സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരുപാട് മാറിയിട്ടുണ്ട്, എൻ്റെ ആക്നി ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് റെഡ്യൂസ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നയസിനമൈഡാണ് എൻ്റെ മെയിനായിട്ടുള്ള ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കഴുത്തിലും മുഖത്തുമൊക്കെ നന്നായിട്ട് ഞാനിത് രാത്രി ഇടാറുണ്ട്. അടുത്തത് ഞാൻ സെറം ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സി ആൻഡ് ഗ്ലൂട്ട വൈറ്റമിൻ സി അഡ്വാൻസ്ഡ് ബ്രൈറ്റനിങ് സെറമാണ്. 10% ആക്റ്റീവ് കോംപ്ലക്സ് ഓഫ് ഗ്ലൂട്ടാത്തിയൻ ഉണ്ട്. ഇതിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റൻ ആവും നമ്മുടെ സ്കിന്ന്. നല്ലൊരു ഗ്ലോ വരും, വെളുത്ത് കൊടുക്കും, നല്ലൊരു ബ്രൈറ്റൻ ആക്കും, നല്ലൊരു ഗ്ലോ കൊടുക്കും. അപ്പോൾ ഇത് 30 ml ഒരു പാക്കാണ് ഞാൻ വാങ്ങിയിരുന്നത്. നന്നായിട്ട് സ്കിന്നിലേക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പമ്പ് എടുത്താൽ മതി, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. നന്നായിട്ട് സ്കിന്നിലേക്കൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് വന്നിട്ടുണ്ട്, ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായി നമ്മൾ യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മളെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഫെയ്ഡാക്കും, നല്ലൊരു ഗ്ലോ കൊടുക്കും നമ്മുടെ സ്കിന്നിന്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് എല്ലായിടത്തും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അപ്വാർഡ് മോഷനിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ലാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒലയുടെ നൈറ്റ് ക്രീമാണ്. ഇതും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നന്നായി യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഞാനിതിപ്പോൾ എൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഇത് ഇടയ്ക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനിതിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരുപാട് ഇച്ചിരി കൂടെ ഒരു സ്കിൻ ടോൺ ഒരു 2 ഷെയ്ഡ് എനിക്ക് ഇമ്പ്രൂവ് ആയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലതാണ്, ഇടുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, സഡനായിട്ട് നമുക്കൊരു ഫെയർ ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. അപ്വാർഡ് സ്ട്രോക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ കണ്ണിലും താഴെയും ഒക്കെയും കഴുത്തിലും ഒക്കെ ആയിട്ട് ഞാൻ ഈ ക്രീം ഡോട്ടായിട്ട് കൊടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്യാണ്. നമ്മളെപ്പോഴും സ്കിന്നിലൊരു 2 മിനിറ്റ്സൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും. നല്ലതായിട്ട് ജോ ലൈനും ഒക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
അതെ, ഇതാണ് എൻ്റെ സ്കിൻ കെയർ. എന്നും രാത്രി നമ്മൾ മുഖമൊക്കെ വാഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്കിന്നിൽ ചെയ്യുക. നമ്മൾ ലോങ് ടേമിൽ സ്കിന്ന് നമുക്ക് നന്നായിട്ടിരിക്കും, നല്ലൊരു ഗ്ലോ വരും. ഇട്ടപ്പോൾ തന്നെ എനിക്ക് കണ്ടോ നല്ലൊരു ചേഞ്ച് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ലിപ് കെയറും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഹൈഫൻ്റെ ലിപ് ബാമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. ആ ലിപ് ബാമും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ കിടക്കുമ്പോൾ ഇടുകയാണെങ്കിൽ നമുക്കത് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യും. കാരണം നമ്മൾ സ്കിന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ നൈറ്റ് ടൈം നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും സ്കിന്നൊക്കെ വാഷ് ചെയ്ത് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റ്സൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കണം എല്ലാവരും. അടുത്ത ഞാൻ ഹാൻഡ് ക്രീം എടുത്തിട്ടുണ്ട്. അത് പതിയെ നമ്മൾ 2 കൈയിലും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾ ബോഡി തന്നെയാണ്. നമ്മൾ ക്രീം കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം നമ്മൾ സ്കിന്ന് ബ്യൂട്ടിഫുള്ളാക്കി വയ്ക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ശ്രമിക്കുക. പിന്നെ എന്താണ് ഹെയർ കെയർ എന്ന് പറയുന്നത്, ഞാൻ മുടി ബാക്ക് കോംബ് ചെയ്തിടും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് എൻ്റെ റൂട്ടീനായിട്ടുള്ളൊരു നൈറ്റ് സ്കിൻ കെയർ. ഓക്കെ, ടാറ്റാ.